റിപ്പോ നിരക്ക് വീണ്ടും 0.5% കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതോടെ പുതിയ നിരക്ക് 6%-ത്തിലേക്ക് എത്തി. ഭവന വാഹന വായ്പകളിലടക്കം ഇതോടെ പലിശ ഭാരം കുറയും. The MPC voted unanimously to reduce the policy repo rate by 25 basis points to 6% with immediate effect. Consequently, the standing deposit facility, the STF rate under the liquidity adjustment facility shall stand adjusted to 5.75%. വിലക്കയറ്റം 4%-ത്തിൽ താഴെ നിൽക്കുന്നു. ഭക്ഷ്യവിലക്കയറ്റവും ആശ്വാസകരമായ നിരക്കിലാണ്. ഉയർന്നു നിന്ന പലിശ നിരക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തെ ധനനയ സമിതി യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഇതോടെ വിപണിയിലേക്ക് കൂടുതൽ പണമെത്തും. ഭവന വാഹന വായ്പകൾ എടുത്തവർക്ക് പലിശ ഭാരത്തിൽ കുറവ് വരും. സാമ്പത്തിക വളർച്ച കുറഞ്ഞേക്കുമെന്ന അനുമാനം കൂടി ധനനയ സമിതി തീരുമാനത്തെ സ്വാധീനിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം വളർച്ചാ അനുമാനം 6.70% നിന്ന് 6.50% കുറച്ചിരുന്നു. അടിസ്ഥാന നിരക്ക് കുറച്ച് വളർച്ചയെ ത്വരിതപ്പെടുത്താനുള്ള നീക്കമാണ് RBI നടത്തുന്നത്. ഈ കലണ്ടർ വർഷം ഇത് 2ാം തവണയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. രാജ്യത്ത് വിലക്കയറ്റം കുറഞ്ഞു നിൽക്കുന്നതും പലിശഭാരം കുറയുന്നതും സാധാരണക്കാർക്ക് അനുകൂലമാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നയം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ച് കരുതലോടെ നിരീക്ഷിക്കുകയാണ് RBI. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.